ഹലോ, ഇന്നൊരു ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പ്, പട്ട, ഏലക്ക, കുരുമുളക്, സാജീരകം ഇത്രയും കുറേശ്ശെ അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ 2 വലിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും 3 പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി നല്ല വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസാണ് ഇടുന്നത്. ഇനി ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ചിക്കനിൽ പിടിക്കുന്ന വിധത്തിൽ ഇളക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ബസ്മതി റൈസ് 2 കപ്പ്. ഈ കപ്പിൽ 2 കപ്പാണ് എടുത്തത്. അതുകൊണ്ട് 4 കപ്പ് വെള്ളം വേണം. അത് നല്ല ചൂട് വെള്ളം 4 കപ്പ് ഞാൻ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിക്ക് വേണ്ട വെള്ളമാണ് 4 കപ്പ്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ഇനി നല്ലപോലെ ഇതിൽ കിടന്ന് ചിക്കൻ ഒന്നുകൂടി വേവട്ടെ. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഈ കഴുകി ഊറ്റി വെച്ച അരിയാണ്. അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ് ഈ അരി. അത് ഊറ്റി വെച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുകൊണ്ട് കുറച്ച് ഉപ്പ് അതിന് വേണ്ടു. അതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട്, പശുവിൻ പാൽ. നല്ലപോലെ അമർത്തി വെച്ച് അടച്ച് വെച്ചിട്ട് അവിടുന്ന് കുക്ക് ചെയ്യാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കുക്കാവേണ്ട, വെന്ത ചിക്കനായതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനി ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ആയിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ക്യാരറ്റ് കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് ക്യാരറ്റും ഒന്ന് വഴറ്റി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വഴറ്റുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്ത് അങ്ങനെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.